അധ്യായം 58 ഫേൺസ് ജീവിക്കുന്ന ഫോസിലുകൾ. പ്രിയ സുഹൃത്തുക്കളെ, നമസ്കാരം. ഇന്ന് നമ്മൾ ഭൂമിയിലെ ഏറ്റവും പുരാതനമായ സസ്യങ്ങളിൽ ഒന്നിനെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്, ഫേൺസ്. അവയെ ജീവിക്കുന്ന ഫോസിലുകൾ എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? ഏകദേശം 300 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ നിലനിന്നിരുന്ന സസ്യങ്ങളാണ് ഫേൺസ്. അത്രയും പഴക്കമുണ്ടെങ്കിലും അവ ഇന്നും നമ്മുടെ ചുറ്റുപാടും മനോഹരമായി വളരുന്നു. ലോകമെമ്പാടുമായി ഏകദേശം 10,500-നും 12,000-നും ഇടയിൽ ഫേൺ വർഗ്ഗങ്ങളുണ്ടെന്നാണ് കരുതപ്പെടുന്നത്. ഇവയിൽ ചെറിയ വെള്ളത്തിൽ വളരുന്ന ഫേൺസാണെങ്കിൽ മറ്റു ചിലത് 20 മീറ്റർ വരെ ഉയരം വയ്ക്കുന്ന മരപ്പന്നലുകളാണ്. ഫേൺസിന്റെ പ്രത്യുത്പാദനം വളരെ രസകരമാണ്. പൂക്കളോ വിത്തുകളോ ഇല്ലാത്ത ഇവ ഇലകളുടെ അടിയിലുള്ള ചെറിയ പൊടി പോലെയുള്ള സ്പോറുകൾ വഴിയാണ് പുതിയ തൈകൾ ഉണ്ടാക്കുന്നത്. ഇവയുടെ വലിയ തൂവൽ പോലുള്ള ഇലകളെ നമ്മൾ ഫ്രോണ്ടുകളെന്ന് വിളിക്കുന്നു. മിക്ക ചെടികളിലും തണ്ടുകൾ ഭൂമിക്കടിയിലൂടെ പടർന്നു പോകുന്ന റൈസോമുകളായിരിക്കും. ഇനി നമുക്കിവയെ നമ്മുടെ സ്വന്തം വീട്ടുമുറ്റത്തും അകത്തളങ്ങളിലും എങ്ങനെ മനോഹരമായി വളർത്താമെന്ന് നോക്കാം. ഫേൺസിന് നേരിട്ടുള്ള വെയിൽ ഇഷ്ടമല്ല. കിഴക്ക് ദിശയിലുള്ള ജനലിന്റെ അടുത്തോ മരങ്ങളുടെ തണലിലോ വെളിച്ചം അരിച്ചെത്തുന്ന സ്ഥലങ്ങളിലോ ഇവയെ വളർത്താം. ഉയർന്ന ഈർപ്പം ആവശ്യമായ ഫേൺസിന് ചട്ടിയിലെ മണ്ണ് എപ്പോഴും ഈർപ്പമുള്ളതായിരിക്കണം, പക്ഷെ വെള്ളം കെട്ടിനിൽക്കാൻ പാടില്ല. ഈർപ്പം കൂട്ടാൻ ഇലകളിൽ ഇടയ്ക്കിടെ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ ചട്ടികൾ ചരൽ നിറച്ച പാത്രത്തിലെ വെള്ളത്തിൽ വെക്കുകയോ ചെയ്യാം. വായുസഞ്ചാരമുള്ളതും വെള്ളം പെട്ടെന്ന് വാർന്നു പോകുന്നതുമായ പോട്ടിംഗ് മിശ്രിതമാണ് ഫേൺസിനാവശ്യം. ചകിരിച്ചോറ്, മണൽ, കമ്പോസ്റ്റ് എന്നിവ ചേർത്ത മിശ്രിതം നല്ലതാണ്. വളപ്രയോഗം മിതമായി മാത്രം നൽകുക. വളർച്ചയുടെ സീസണിൽ മാസത്തിലൊരിക്കൽ നേർപ്പിച്ച ദ്രാവക വളങ്ങളോ ജൈവവളങ്ങളോ നൽകാം. ഫേൺസിനെ നമുക്ക് റൈസോം ഡിവിഷൻ വഴിയോ സ്പോറുകൾ വഴിയോ പുനരുൽപ്പാദിപ്പിക്കാം. വളർന്നു നിറഞ്ഞ ചെടിയുടെ റൈസോമുകൾ മുറിച്ച് പുതിയ ചട്ടികളിൽ നടുന്നതാണ് എളുപ്പമാർജം. ഇലയുടെ അറ്റം ഉണങ്ങുന്നത് ഈർപ്പക്കുറവോ അമിതമായ വെയിലോ മൂലമാകാം. ഇലകൾ മഞ്ഞളിക്കുന്നത് അമിതമായ നനവുകൊണ്ടാവാം. മീലി ബഗുകൾ, സ്കെയിൽ കീടങ്ങൾ എന്നിവ ആക്രമിച്ചാൽ വേപ്പെണ്ണ മിശ്രിതം ഉപയോഗിച്ച് നിയന്ത്രിക്കാം. ഈ ലളിതമായ മാർഗങ്ങൾ പിന്തുടർന്നാൽ നിങ്ങളുടെ വീട്ടിലെ ഫേൺസിനെ ആരോഗ്യത്തോടെ തഴച്ചു വളർത്താൻ സാധിക്കും. നന്ദി. Like, share, and subscribe. Thank you.